പാർട്ട് 3ൽ നമ്മുടെ ഈ പാലസിൻ്റെ കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരികയാണ്. ഇതിലെ ഏറ്റവും അവസാനത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇവിടുത്തെ നമ്മുടെ അവസാനത്തെ കാഴ്ചകളാണ് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ ഒരു ക്ഷേത്രത്തിന് നമുക്ക് കാണാൻ പറ്റും. നല്ല നീളമുള്ള നല്ല മനോഹരമായ ഒരു ഹാള്, അതിലോട്ട് കുറേ ഹാങ് ചെയ്ത പിക്ചേഴ്സും, ആദ്യം ഈ കൊട്ടാരത്തിനെ റൂൾ ചെയ്ത രാജാവ് തൊട്ട് അവസാനം ആരാണോ ഈ കൊട്ടാരത്തിനെ റൂൾ ചെയ്തത് അതുവരെ ഇതിൽ പിക്ചേഴ്സിൽ കാണാൻ പറ്റും കേട്ടോ. പടയാളികളും അന്നത്തെ കാലത്ത് വേണ്ട പൂജകൾ നടത്തിയ പൂജാരികളും മറ്റു കാര്യങ്ങളൊക്കെ ഈ പിക്ചേഴ്സിൽ മനോഹരമായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, പിക്ചേഴ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിൻറ്റിങ്ങും വിചിത്രമായിട്ട് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതുവഴി നമ്മൾ പുറം ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ക്ഷേത്രം അതേ ക്ഷേത്രം തന്നെയാണ്. നമ്മുടെ കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ള ചെറിയ പാർട്ട് ക്ഷേത്രത്തിൻ്റെ പിക്ചർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും വിചിത്രമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അന്നത്തെ കാലത്ത് പെയിൻറ്റിങ്ങിന് ഇത്രയും പ്രാധാന്യമുള്ളത് എനിക്ക് ഈ പെയിൻറ്റിങ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത്രയും മനോഹരമായിട്ടാണ് ഈ പെയിൻറ്റിങ്ങിനെ അവർ ഡ്രോ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുമല്ലാണ്ട് ഇത്രയും നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റിയതിൽ വലിയൊരു സ്ഥാനം തന്നെ ഇവിടെ നേടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഓരോ പെയിൻറ്റിങ്ങിൻ്റെ കാഴ്ചകളും മനോഹരത്വവും കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഏറെ സന്തോഷം തരുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ഈ പെയിൻറ്റിങ്ങും അവരുടെ ആ കലകളും. ആരൊക്കെയാണ് ഈ അന്നത്തെ കാലത്ത് റോൾ ചെയ്തതോ, എന്തൊക്കെയായിരുന്നു ചരിത്രം കുറിക്കുന്നതും എന്നൊക്കെ കണ്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് മുന്നോട്ട് കാലുവയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ്. കോമേണി കയറി പിന്നെ നമ്മൾ പോകുന്നത് ഈ ബാത്റൂമിലോട്ടാണ്. പണ്ടത്തെ കാലത്ത് അവരുപയോഗിച്ചിരുന്ന ബാത്റൂം അത്രേ. ആ കാഴ്ചയും കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇനി ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് കുറച്ചൊന്ന് വിശാലമായിട്ടുള്ള പാതയിലാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. അപ്പുറം നമ്മുടെ കൊട്ടാരത്തിൻ്റെ വിശാലമായ സ്ഥലങ്ങൾ കാണാമെങ്കിൽ ഈ ഭാഗത്ത് ചിത്രപ്പണികളും അതുപോലെ തന്നെ പെയിൻറ്റിങ്ങുകളും നമ്മൾ കാണാൻ പറ്റും. സാധാ ബാൽക്കണീനേക്കാളും കുറച്ചുകൂടെ വിസ്താരമുണ്ട് ഈ ബാൽക്കണിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. കുറച്ച് സമയം കാറ്റ് കൊള്ളുവാനും കുറച്ച് സമയം പ്രകൃതിനെ ആസ്വദിക്കാനും ഈ ബാൽക്കണിയിൽ വന്നാൽ തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. താഴെ നോക്കുകയാണെങ്കിൽ പ്രകൃതി രമണീയമായ കാര്യങ്ങളും ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആർട്ടും കലകളുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാധാരണ നമ്മുടെ ഇടുങ്ങിയ ബാൽക്കണിയിൽ കൂടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി വിശാലമുള്ള ബാൽക്കണി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതിലും അവിടങ്ങളിൽ കുറേ വിളക്കുകൾ കത്തിക്കാനുള്ള ചെറിയ സ്റ്റോണുകൾ അവർ വച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പാർട്ട് 3 കൺക്ലൂഷൻ പോയിൻറ്റോടെ തന്നെ അധിക കലയിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് അവരുടെ പ്രധാനപ്പെട്ട കലയായ ഡാൻസിൻ്റെ ഹാളിലോട്ടാണ് കേട്ടോ. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കലകളിലൊന്നാണ് ഡാൻസ്. ആ ഡാൻസിങ് ചെയ്തിരുന്ന ഹാളിലോട്ടാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ആ ഡാൻസിങ് ചെയ്ത ഹാളിൽ അവിടെ പില്ലറുകളിൽ മാത്രമല്ല അതിൻ്റെ റൂഫ് തുടങ്ങി പില്ലറും അതിൻ്റെ 4 പുറവും അതിമനോഹരമായ കൊത്തുപണികളിലാണ് അവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. പില്ലറിൻ്റെ 4 ഭാഗത്തും എന്ന് വെച്ചാൽ ഒരു പില്ലറിന് ചുറ്റി വരുന്ന എല്ലാ ഭാഗത്തും അവർ അതിമനോഹരമായ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നീളമുള്ള ഹാള് നവരാത്രിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള നല്ല ഡാൻസിങ് ഹാളാണ്. അതുപോലെ തന്നെ അതിമനോഹരമായ ചിത്രപ്പണികളും ഇതിൽ പ്രധാനമായും നമുക്ക് എടുത്ത് കാണപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ കൊട്ടാരം വിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇച്ചിരി നടന്നിട്ട് പോകുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് രാജാക്കന്മാർ കുളിക്കാൻ വേണ്ടിയിട്ടും ഓയിൽ മസാജൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് സെപ്പറേറ്റ് ചെയ്താണ് ഇതിനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതും മനോഹരത്തിൽ ഒരു കുറവും ഇല്ലാണ്ട് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ അവർ ക്ലോസ് ചെയ്യപ്പെട്ട ഭാഗമാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇത് 4 പുറം മുറ്റവും അതുപോലെ തന്നെ രാജാക്കന്മാർ അന്ന് കാലത്ത് മസാജ് ചെയ്തിട്ട് കുളിക്കുന്ന ആ കുളിക്കടവുമാണ് ഇതിൽ പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളാണ് നമ്മൾ ഇനി വിശുദ്ധമായിട്ട് കാണാൻ പോകുന്നത്. ഇത് അവസാനമായിട്ട് നമ്മൾ കാണുന്ന കുറേ കാഴ്ചകളാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഇതാ രാജാക്കന്മാരെ വിശ്രമിക്കാൻ വേണ്ടിയിട്ടിരുന്ന കസേരകളും
അതുപോലെ തന്നെ സ്റ്റൂളുകളും ആ ആ വസ്തുക്കളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുമാണ് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മുടെ അതിന് കഴിഞ്ഞിട്ട് ഒരു ഉൾഭാഗത്തോട്ട് കയറി പോകുമ്പോൾ തന്നെ അവരുപയോഗിച്ചിരുന്ന ഭരണി, അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചടക്കപ്പെട്ട ഒരു കല്ലറ. അതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകുമ്പോൾ 4 മുറ്റം കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ 2-3 മുറ്റവും വലിയ കൊട്ടാരത്തിലും നമ്മൾ കണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ഭാഗങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അതുപോലെ തന്നെ ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന കസേര, അങ്ങനത്തെ സംഭവങ്ങൾ, കുടം, കുടിക്കാൻ വെച്ചിരുന്ന കുടം, അന്നത്തെ റേഡിയോ, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നേരെ നമ്മൾ പോകുന്ന അടുത്ത ഭാഗത്തോട്ടാണ്. ചില സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലേസുകളും അവിടെ ഇവിടെയും ഉണ്ടെന്നാണ് എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് സംഗീത ഉപകരണങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവരന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങളും, അതുപോലെ തന്നെ അന്നത്തെ ഊഞ്ഞാൽ, അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം കാണാൻ പറ്റുന്നത് അന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന തൊട്ടിലുകളും അതും കാണാൻ പറ്റുന്നുണ്ട്. ഭരണി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കണ്ടുവരുന്നത് കേട്ടോ. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മിറർ എല്ലാം അവർ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്ത് വരുമ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമുക്കറിയാൻ പറ്റും. അവർ തെറ്റിപ്പോവാണ്ടിരിക്കാൻ ആരോ മാർക്കൊക്കെ വച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരുപയോഗിച്ചിരുന്ന കുടം, അതുപോലെ തന്നെ പാത്രങ്ങൾ, ആ വസ്തുക്കൾ എല്ലാം ഇതിൽ അത്യാവശ്യം നന്നായിട്ട് കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അവരുപയോഗിച്ചിരുന്ന കിച്ചൺസ്, അതുപോലെ തന്നെ ഉരൽ, അമ്മി, ഉരൽ എന്നിവയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്ത് കിച്ചൺസ് ഐറ്റമായിട്ട് അവരുപയോഗിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭാഗങ്ങളിൽ കണ്ടിട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറം ഭാഗത്തോട്ട് പോകുമ്പോൾ ഞാനിത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഓയിൽ മസാജിങ് സെൻ്ററായിട്ടാണ് അവരത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കുളക്കടം ആണ് നമുക്ക് ഇനി അടുത്ത് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റാതെ അവർ അതിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗത്തൂടെ കറങ്ങി വേണം നമുക്ക് പുറമേ പോവാൻ. അപ്പോഴാണ് നമ്മുടെ കുളക്കടവ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ വീണ്ടും കാണുന്നത്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്കുള്ള വിശ്വാസം. ഏകദേശം എല്ലാ ഡീറ്റെയിൽസും, എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാനിതിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ പറ്റുന്നതും കാണാൻ നമുക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാനിതിൽ പകർത്തിയിട്ടുണ്ട്. നമ്മളിതാ അവസാനം നമ്മുടെ ഈ കുളിക്കുന്ന പ്ലേസിലോട്ട് വന്നിട്ടുണ്ട്. കുളക്കടവിലാണ്. ഇതാണ് കുളക്കടവ്. അതിന് ഇതുപോലെ ഗ്രീൻ കളറ് വെള്ളമായിട്ടുണ്ട് കേട്ടോ. അത് ആരും ഉപയോഗിക്കാണ്ട് ഭാഗം വെള്ളമെല്ലാം നന്നായിട്ട് ഗ്രീനിഷ് കളറായിട്ടുണ്ട്. ഇവിടെ ഇതിനപ്പുറം നമുക്ക് പോകാനുള്ള അലോട്ട്മെൻറ്റ് ഇല്ല. നമ്മൾ ജസ്റ്റ് കാണാൻ മാത്രമുള്ള അലോട്ട്മെൻറ്റേ ഉള്ളൂ. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് പായലൊക്കെ പിടിച്ചിട്ട് നല്ല ഗ്രീനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് കാണാനുള്ള കാഴ്ചകൾ കുറവാണ്. ഇനി നമുക്ക് മെയിനായിട്ട് ഈ കൊട്ടാരത്തിൽ കാണുന്നത് മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ കുറച്ച് കളക്ഷൻസ്, ഇവിടെ ഇരുന്ന ശില്പങ്ങൾ കാര്യങ്ങളെല്ലാം അതിൻ്റെ കളക്ഷൻസ് കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിയത്തിന് സെപ്പറേറ്റ് ഭാഗമാണ് അവർ വെച്ചിട്ടുള്ളത്. അത് ഇച്ചിരി കാര്യങ്ങൾ കാണാനുണ്ട്. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകൾ, അതുപോലെ തന്നെ ശില്പങ്ങളെല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അതും കൂടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് ചാൻസ് കിട്ടിയാൽ
മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കൊട്ടാരം. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ കാണാനും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് റിയാലിറ്റിക്കായിട്ട് കണ്ട് മനസ്സിലാക്കാനും സാധിക്കും. ഈ ഒരു പാലസിൻ്റെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.